സിന്ദൂരരേഖ ഭാഗം 24. അമ്മ, ഞാൻ ഇറങ്ങുക. ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കേസുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകുന്നതിൻ്റെ ഇടയിലായിരുന്നു ഉണ്ണിക്കൊരു ഫോൺ കോൾ വന്നത്. അപ്പോൾ തന്നെ അവൻ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അമ്മയോട് പറഞ്ഞ് വേഗത്തിൽ ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങി പോവുകയും ചെയ്തിരുന്നു. അവൻ പോകുന്നത് കണ്ടപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ ഒരു അപായമണി മുഴങ്ങി. ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ കൂടെ കോളേജിലേക്ക് പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ മനു വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മ എന്തായാലും കോളേജിലേക്ക് മനുവിനെ കൊണ്ടാക്കി തരാൻ പറയും. അങ്ങനെയായാൽ ഇന്നങ്ങനെ സംസാരിച്ചതിന് എന്തായാലും അയാൾ എന്തെങ്കിലും പറയാതിരിക്കില്ല എന്ന കാര്യത്തിന് അമ്മാളുവിന് ഉറപ്പായിരുന്നു. അമ്മാളു പതിയെ മുറിയിലേക്ക് ഡ്രസ്സ് മാറുന്നതിന് വേണ്ടി കയറി. മനു അന്നേരം ബാൽക്കണിയിൽ നിന്ന് എന്തോ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നേരം അവനെ കാണേണ്ടി വന്നില്ല. ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് താഴേക്കിറങ്ങി വന്നപ്പോൾ അമ്മ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ അവളോട് മനുവിൻ്റെ കൂടെ കോളേജിലേക്ക് പോകാനായി പറഞ്ഞു. അത് പിന്നെ അമ്മേ, എനിക്കൊന്ന് രണ്ട് കടയിലൊക്കെ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കാറിൽ പോയാൽ ചിലപ്പോൾ പാർക്ക് ചെയ്യാനും മറ്റുമൊക്കെ മനുവേട്ടനത് ബുദ്ധിമുട്ടാകും. അതൊന്നും അവന് ബുദ്ധിമുട്ടാവാൻ പോകുന്നില്ല. അവനിവിടെ വെറുതെ ഇരിക്കുമല്ലേ. അമ്മ അങ്ങനെ വിടാൻ ഭാവമില്ല എന്ന രീതിയിൽ വീണ്ടും അവളെ അതിന് നിർബന്ധിച്ചു. വേറെ വഴിയില്ല എന്ന് കണ്ടതും മനുവിനോട് ചോദിക്കാമെന്ന് കരുതി അവൾ തിരികെ മുകളിലേക്ക് തന്നെ കയറി. മുകളിലേക്കുള്ള പടികൾ കയറി ചെന്നപ്പോൾ തന്നെ അവൻ കോമൺ ഏരിയയിൽ ഇട്ടിരിക്കുന്ന സോഫയിലിരുന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മാഗസീൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് അവൻ അവളെ കാത്തിരിക്കുന്നത് പോലെയാണ് തോന്നിയത്. കാരണം അവൻ്റെ ആ ഇരിപ്പിൽ തന്നെ വല്ലാത്തൊരു വശപ്പിശക് തോന്നി അമ്മാളുവിന്. മനുവേട്ടാ, അവൾ അങ്ങനെ വിളിച്ചിട്ടും അവൻ വിളി കേൾക്കുന്നുണ്ടായിരുന്നില്ല. ശ്രദ്ധിച്ചൊന്ന് നോക്കിയപ്പോൾ അവൻ്റെ ചെവിയിൽ എയർപോഡ് ഇരിക്കുന്നത് അവൾ കണ്ടു. മനുവേട്ടാ, കുറച്ചുകൂടി ശബ്ദം ഉയർത്തിക്കൊണ്ട് അവൾ അവനെ വിളിച്ചു. എന്നെയാണോ? അവൾ അങ്ങനെ ഉറക്കെ വിളിച്ചപ്പോൾ അവൻ നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു. അമ്മാളു അതേ എന്ന രീതിയിൽ അവനെ നോക്കി തലയാട്ടി കാണിച്ചു. അങ്ങനെയല്ലല്ലോ, കാലമാടൻ എന്നല്ലേ വിളിക്കേണ്ടത്? ഗൗരവത്തോടെയാണ് അവനത് ചോദിച്ചത്. എങ്കിലും അതിലവളെ കളിയാക്കുന്നൊരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ അങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോൾ തന്നെ അമ്മാളുവിൻ്റെ കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ മിഴിഞ്ഞുപോയി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് വെറുതെ നുണ പറയാൻ വരുവാണോ? കയ്യിലുണ്ടായിരുന്ന മാഗസിൻ അവൻ ഇരുന്നിരുന്ന സോഫയുടെ മുൻപിലായിട്ടിരിക്കുന്ന ടീപ്പോയിലേക്ക് വെച്ചുകൊണ്ട് അവളെ ഗൗരവത്തിലൊന്ന് നോക്കിക്കൊണ്ടാണ് ചോദിച്ചത്. അമ്മാളുവാണെങ്കിൽ അവനോട് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായതുകൊണ്ട് തന്നെ അവനെ നോക്കി വെറുതെ ഒരു വളിച്ച ചിരി ചിരിച്ചു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എന്തിനാ വന്നതെന്ന് പറ. അത് പിന്നെ അമ്മ പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോയി കോളേജിലേക്ക് ആക്കി തരാൻ. ഞാൻ ആക്കി തരില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞേക്ക് അമ്മയോട്. അവൻ ഉടനെ തന്നെ അങ്ങനെ പറഞ്ഞതും അമ്മാളും അവനെ ഞെട്ടലോടെ നോക്കി. ഇത്ര വേഗം എടുത്തടിച്ചതുപോലെ അവൻ അങ്ങനെ പറയുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താ? അവൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും മനു അവളെ നോക്കി പുരിക ഉയർത്തിക്കൊണ്ട് വീണ്ടും എന്താണെന്ന് ചോദിച്ചു. അവൻ അങ്ങനെ ചോദിച്ചപ്പോഴും അമ്മാളും അവനെ നോക്കി നിന്നതല്ലാതെ മറുപടിയൊന്നും കൊടുത്തില്ല. ഇങ്ങനെ നോക്കുവൊന്നും വേണ്ട. കഴുത്തിന് ചുറ്റും നാവുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ കോളേജിലേക്ക് പോകാൻ നോക്ക്. അവളുടെ സ്വഭാവം ഏകദേശം മനസ്സിലാക്കി വെച്ച രീതിയിൽ തന്നെയായിരുന്നു മനുവിൻ്റെ സംസാരവും. എനിക്കിതെൻ്റെ സഹായം വേണ്ട. അല്ലെങ്കിലും അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ തന്നോട് വന്ന് കോളേജിലാക്കി തരുമോയെന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ എൻ്റെ പട്ടി പോലും തന്നോട് വന്ന് സഹായം ചോദിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവനിൽ നിന്ന് മുഖം തിരിച്ച് വെട്ടിത്തിരിഞ്ഞ് അമ്മാൾ താഴേക്ക് നടന്നു. ഞാൻ വിചാരിച്ചതുപോലെ ഒന്നല്ല അയാൾ. സമയമുണ്ടല്ലോ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. തിരികെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് വഴി അമ്മാളു ഓരോന്നിങ്ങനെ പിറുപിറുക്കുക തന്നെയായിരുന്നു. അമ്മ, ഞാൻ പോവാ എന്ന് പറഞ്ഞ് ടേബിളിൽ എടുത്തു വെച്ചിരിക്കുന്ന ബാഗും ലഞ്ച് ബോക്സും ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് അമ്മാളു പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങി. അതെന്നതാ മനു കൊണ്ടുപോയി ആക്കി തരുന്നില്ലേ? പിന്നിൽ നിന്ന് അമ്മ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങേര് ചോദിച്ചപ്പോൾ എന്നെ കോളേജിലേക്ക് ആക്കി തരില്ല എന്ന് പറഞ്ഞു. എന്താണ് കാര്യമെന്ന് വെച്ചാൽ ശ്രീയമ്മ തന്നെ മോനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് അമ്മ പറയുന്നതൊന്നും കേൾക്കാൻ കാത്തു നിൽക്കാതെ അമ്മാളു പുറത്തേക്കിറങ്ങി നടന്നിരുന്നു. അവൾ അങ്ങനെ പോകുന്നത് കണ്ടതും അമ്മ മനുവിനെ അന്വേഷിച്ച് അകത്തേക്ക് കയറി. അമ്മ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ മനു മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. നിനക്കെന്താ മനു അവളെ ഒന്ന് കോളേജിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുത്താൽ? അവനെ കണ്ട ഉടനെ തന്നെ അല്പം ഗൗരവത്തിലും ദേഷ്യത്തിലുമാണ് അമ്മ അത് അവനോട് ചോദിച്ചത്. അതിനവളാണ് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാമെന്നൊക്കെ പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. മനു പറഞ്ഞതും അമ്മ അവനെ സംശയത്തോടെ നോക്കി. പിന്നീട് രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നമായിരിക്കുമെന്ന് അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പിന്നീട് അമ്മയൊന്നും ചോദിക്കാൻ നിന്നില്ല. കോളേജിലേക്കുള്ള യാത്രക്കിടയിൽ ബസ്സിലിരിക്കുമ്പോൾ അമ്മാളുവിൻ്റെ മനസ്സിൽ അവനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ മാനവവർമ്മ ഞാൻ ഉദ്ദേശിച്ചതുപോലെയൊന്നും അല്ല.
അമ്മാളു അത് തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞ് ഒന്ന് ഉണ്ണിയെ വിളിക്കണം എന്നും അമ്മാളു കരുതി. പക്ഷേ അർജൻറ്റായിട്ട് എന്തോ കേസുണ്ടെന്ന് പറഞ്ഞ് ആണ് ഉണ്ണി പോയിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ വിളിച്ചാൽ തന്നെ കോൾ എടുക്കണമെന്നില്ല. അങ്ങനെ കരുതി അവൾ ഫ്രീ ആകുമ്പോൾ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടു. അവൾ മെസ്സേജ് അയച്ചത് കണ്ടപ്പോൾ ഉണ്ണിക്ക് ഫ്രീ ടൈം കിട്ടിയപ്പോൾ തന്നെ അവൻ അമ്മാളുവിനെ തിരികെ വിളിച്ചു. അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറുവശത്ത് നിന്ന് ഉണ്ണിയുടെ വലിയ ശബ്ദത്തിലുള്ള പൊട്ടിച്ചിരിയാണ് അവൾക്ക് തിരികെ കേൾക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഭാര്യയും ഭർത്താവും കൂടി എന്താന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ചെയ്ത് പരിഹരിക്കാൻ നോക്കിക്കോ. കൈ ഒഴിയുന്ന രീതിയിൽ ഉണ്ണി പറഞ്ഞതും അമ്മാളു അവനെ പല്ല് കടിച്ചുകൊണ്ടാണ് ഒന്ന് സ്മരിച്ചത്. വേണ്ട, എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഏട്ടനും അനിയനും കൂടി ഇങ്ങനെ ഇരുന്നോ. എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. അത് പറഞ്ഞ് പിന്നീട് അവനോടൊരു സംസാരത്തിന് നിൽക്കാതെ അമ്മാളു വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തിരുന്നു. വൈകുന്നേരം കോളേജിൽ നിന്ന് ഇറങ്ങി തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴും ഇനി അവനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളൊരു ആലോചന തന്നെയായിരുന്നു അവളിലുണ്ടായിരുന്നത്. വീട്ടിലേക്കെത്തി അമ്മയോട് കുറച്ചു നേരം സംസാരിച്ചിരുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് മുകളിലേക്ക് കയറിയത്. അവൻ മുകളിൽ ഇരിക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു തന്നെ അവൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് തന്നെയായിരുന്നു അവൾ മുറിയിലേക്ക് കയറി ചെന്നത്. അമ്മാളു വാതിൽ തുറന്നപ്പോൾ തന്നെ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ കുത്തിയിരിക്കുകയായിരുന്ന മനു അവളെ തലയുയർത്തിയൊന്ന് നോക്കി. അവളെ അങ്ങനെ കണ്ടിട്ടും അവളെ കാണാത്തതുപോലെ തന്നെ അവൻ തിരികെ വീണ്ടും ലാപ്ടോപ്പിലേക്ക് തന്നെ നോക്കിയിരുന്നു. അത് കണ്ടതും അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മുഖം വെട്ടിച്ചു മാറ്റി അമ്മാളുവും അവനിൽ നിന്ന് നോട്ടം മാറ്റി. ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോഴും മനു അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചായ കുടിക്കാൻ വരാൻ പറഞ്ഞു. തിരിച്ചിറങ്ങാനൊരുങ്ങിയപ്പോഴാണ് അമ്മ താഴെന്ന് വന്നപ്പോൾ അവനെ ചായ കുടിക്കാൻ വിളിക്കാൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. അതുകൂടി അവനോട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അമ്മാളു താഴേക്ക് ഇറങ്ങിയത്. അവളുടെ പിന്നിലായി തന്നെ മനുവും ഇറങ്ങി വരികയും ചെയ്തു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കാതെ ഇടയ്ക്കൊന്ന് പുറത്തേക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിക്കൂടെ? ചായ കുടിക്കുന്നതിനിടയിൽ രണ്ടുപേരോടുമായി അമ്മയാണത് ചോദിച്ചത്. അത് കേട്ടപ്പോൾ തന്നെ അമ്മാളു കുടിച്ചുകൊണ്ടിരുന്ന ചായ അങ്ങനെ തന്നെ തെരുപ്പിൽ കയറി അവൾ ചുമച്ചു പോയി. അവൾ ചുമച്ചപ്പോൾ അമ്മ അവളുടെ തലയിൽ തട്ടിക്കൊടുത്തു. ഇപ്പോൾ വേണ്ടമ്മേ, ആകെ ക്ഷീണമാണ്. കോളേജിലേക്ക് പോയി വന്ന് ഇനിയൊരു യാത്ര പോകാനൊന്നും വയ്യ. ഇല്ലാത്ത ക്ഷീണം ഉണ്ടെന്നതുപോലെ കാണിച്ച് ഭയങ്കരമായ അഭിനയം കാണിച്ചു വെച്ച് അമ്മാളും അങ്ങനെ പറഞ്ഞതും അമ്മ പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ നിന്നില്ല. അന്ന് രാത്രിയും പതിവ് പോലെ മനു ബാൽക്കണിയിൽ വന്നു നിന്ന് ഫോണിൽ എന്തൊക്കെയോ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം അവൻ വരുന്നതും കാത്ത് അമ്മാളും അവനെ മുറിയിൽ കാത്തിരുന്നുവെങ്കിലും കുറേ സമയമായിട്ടും അവൻ വരുന്ന ലക്ഷണമൊന്നുമില്ല എന്ന് കണ്ടതും അവൾ അവനെ വിളിക്കുന്നതിനായി ബാൽക്കണിയിലേക്ക് നടന്നു. എന്തായാലും ഇങ്ങനെ പോയി വിളിക്കുമ്പോൾ അവൻ്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും എന്നത് ഉറപ്പാണ്. എങ്കിലും സാരമില്ല, അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന രീതിയിൽ അവൾ അവനെ വിളിക്കാമെന്ന് കരുതി ബാൽക്കണിയിലേക്ക് നടന്നു. കിടക്കുന്നില്ലേ? പിന്നിൽ നിന്ന് ഇല്ലാത്ത ഗൗരവം ഉണ്ടെന്ന് നടിക്കുന്ന രീതിയിലുള്ളൊരു ശബ്ദം കേട്ടപ്പോഴാണ് മനു തിരിഞ്ഞു നോക്കിയത്. അവൾ പറഞ്ഞത് കേൾക്കുകയും അവളവിടെ നിൽക്കുന്നത് കണ്ടു എങ്കിലും അത് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അവൻ വീണ്ടും പുറത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്നു. അതെ, നിങ്ങളോടാ ഞാൻ പറയുന്നത്. എനിക്ക് കിടന്നുറങ്ങണം. നാളെ രാവിലെ എനിക്ക് ജോലിക്ക് പോകേണ്ടതാണ്. ലൈറ്റ് ഇട്ടുകൊണ്ട് നിങ്ങളെ കാത്തിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. നല്ല ദേഷ്യത്തിൽ എന്നതുപോലെ തിരിഞ്ഞു നിൽക്കുന്ന അവനോട് അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ പറയുന്നത് കേട്ടതും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. അതിന് എന്നെ കാത്ത് ലൈറ്റ് ഇട്ടിരിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ. അവളുടെ നേർക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കൈകെട്ടി ബാൽക്കണിയുടെ റൈലിങ്ങിലേക്ക് ചാരി നിന്നുകൊണ്ട് മനു ചോദിച്ചു. ഇല്ല, പറഞ്ഞില്ല. പക്ഷേ രാത്രി നിങ്ങൾ തന്നെ വന്ന് മുറിയിൽ ലൈറ്റ് ഇടുമ്പോൾ അതെനിക്ക് ഉറക്കത്തിൽ തടസ്സമാകും. അതുകൊണ്ടാണ് മര്യാദയ്ക്ക് വന്ന് കിടക്കാൻ പറയുന്നത്. ഈ വീട്ടിൽ അത് മാത്രമല്ലല്ലോ മുറിയുള്ളത്, വേറെ ഒരുപാട് മുറികളുണ്ട്. കിടക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ കിടന്നോളാം. എൻ്റെ കാര്യം അന്വേഷിക്കാൻ എന്തായാലും വരണ്ട. മനു കൂളായിട്ട് നിന്നാണ് സംസാരിക്കുന്നത്. എങ്കിൽ അവൻ്റെ സംസാരം കേട്ടപ്പോൾ അമ്മാളുവിന് ദേഷ്യമാണ് കയറി വന്നത്. അവൾ അതേ ദേഷ്യത്തോടെ തന്നെയായിരുന്നു അവനെ നോക്കിയതും. അവളുടെ നോട്ടം കണ്ടതിൽ അവൻ എന്താണെന്ന രീതിയിൽ അവളെ നോക്കി പുരിക ഉയർത്തി. കോലമോടൻ. അവനിൽ നിന്ന് മുഖം വെട്ടിച്ചു തിരിച്ചുകൊണ്ട് എന്നാൽ അവന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് നടന്നു. ഇതൊരു വഴിക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അയാൾ, രണ്ടുപേരും കൂടി ഒരു നടക്ക് പോകില്ല. തിരികെ റൂമിലേക്ക് പോകുമ്പോൾ അമ്മാളും അങ്ങനെ ഓരോന്ന് പിറുപിറുത്തോണ്ടിരുന്നു. മുറിയിൽ വന്ന് കട്ടിലിലേക്ക് കിടന്നിട്ടും അവൾക്ക് അതുതന്നെയായിരുന്നു ചിന്തയിൽ മുഴുവൻ. ഇങ്ങനെയൊരു കാട്ടുമാക്കാനെയാണോ എനിക്ക് പ്രേമിക്കാൻ തോന്നിയത്? നിനക്കിത് എന്തിൻ്റെ കേടായിരുന്നു അമ്മാളു എന്ന് സ്വയം ആത്മകഥിച്ചുകൊണ്ട് അവൾ തലക്കടിച്ചു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവൾ കിടന്നുറങ്ങിപ്പോയി. അതൊക്കെ കഴിഞ്ഞാണ് മനു അകത്തേക്ക് കയറി വന്നത്. നോക്കുമ്പോഴേക്കും അമ്മാള് നല്ല രീതിയിൽ തന്നെ അന്നേരം ഉറക്കം പിടിച്ചിട്ടുണ്ട്. ഹോ, ആറ്റം ബോംബ് ഉറക്കമായി എന്ന് തോന്നുന്നു.
അവളുടെ നേർക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് മനു ചിന്തിച്ചു. ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ അവിടെ ഇരിക്കാതെ ആത്മാവിനുള്ളിലേക്ക് കയറി. ദിവസങ്ങൾ വീണ്ടും മാറ്റമില്ലാതെ കടന്നുപോയി. അമ്മാളുവും മനുവും അങ്ങനെ കാര്യമായിട്ടൊന്നും സംസാരിക്കാറില്ല. എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അമ്മാള് 1 പറഞ്ഞാൽ മനു 2 പറയും. അപ്പോൾ അവൾ 10 പറയും. അങ്ങനെ വഴക്കാകും. അതിലും നല്ലത് മിണ്ടാതിരിക്കുന്നത് തന്നെയാണെന്നാണ് അവളുടെ കണ്ടുപിടുത്തം. എങ്കിലും അവനെ അങ്ങനെ അങ്ങോട്ട് വിട്ട് കളയാൻ പറ്റില്ലല്ലോ എന്ന് കരുതി അമ്മാള് തന്നെ അങ്ങോട്ട് അവനെ പോയി ചൊറിയുന്നതും പതിവ് കാര്യം തന്നെയാണ്. തുടരും. സോ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.